ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരു സ്പീക്കർ പാക്കേജും ആംപ്ലിഫയറും കൂടെ കോംബോയാണ്. അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം ചെയ്തിരിക്കുന്നത് അതിൻ്റെ പാർട്സ് എല്ലാം പരിചയപ്പെടുത്തുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ ഇത് ചെയ്യാൻ, ഇങ്ങനെ ഒരു ആംപ്ലിഫയർ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കേബിൻ വരുന്നത്. ഈ ഫ്രണ്ട് പാനൽ നമ്മൾ ചെയ്തിട്ടില്ല, അത് നമ്മൾ കസ്റ്റമറുടെ റിക്വയർമെൻറ്റ് അനുസരിച്ചാണ് ചെയ്യുന്നത്. ഓരോ ആംപ്ലിഫയറിനും ഓരോ മോഡൽസ് ആയിരിക്കും വരുന്നത്. അപ്പോൾ അത് നേരത്തെ നമ്മൾ ചെയ്ത് വെച്ചിരിക്കാറില്ല. ഇപ്പോൾ നിങ്ങൾക്ക് ഏത് മോഡലാണ് ആവശ്യമെന്ന് പറഞ്ഞാൽ അതിനനുസരിച്ചുള്ള മോഡൽ നമ്മൾ പാനൽ സെറ്റ് ചെയ്ത് തരുന്നതായിരിക്കും. ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ക്യാബിനാണ്. ഇവിടെ സൈഡ് സപ്പോർട്ടൊക്കെ വരുന്നത്, ഇറങ്ങുന്നതിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ക്യാബിൻ തന്നെയാണ്. ഇതിൻ്റെ ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ ഒരു ഫാന്, പിന്നെ DVD ഇൻപുട്ടും മൂന്ന് ഓക്സ് ഇൻപുട്ടും ഒക്കെ വരാൻ കണക്കിനുള്ള സോക്കറ്റ് ഇതിൽ തന്നെ ഉണ്ട്. പിന്നെ ഇത് നമ്മുടെ സ്പീക്കർ സോക്കറ്റിൻ്റെ സൈഡാണ്. ഈ ഒരു പാക്കേജിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്, ഇതിൻ്റെ വാട്ട്സ് നമ്മൾ ആദ്യം പറയാം. 100 വാട്ട്സിൻ്റെ സബും 50 വാട്ട്സിൻ്റെ 5 ചാനലും എന്ന രീതിക്കാണ് ഈ ആംപ്ലിഫയർ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് 50 വാട്ട്സ് എന്ന് പറയുമ്പോൾ TDA 2050 IC വെച്ചാണ് വരുന്നത്. അത് ഏകദേശം ഒരു 30 വാട്ട്സൊക്കെയാണ് പറയുന്നത് കമ്പനി. അപ്പോൾ അത് ഇറങ്ങുന്ന ICകൾ അത്യാവശ്യം നല്ല സൗണ്ട് ക്വാളിറ്റിയുള്ള IC ആണത്. അപ്പോൾ ഇത് നമ്മൾ യൂസ് ചെയ്യുന്ന ട്രാൻസ്ഫോമർ എന്ന് പറയുമ്പോൾ ടൊറോഡ് ട്രാൻസ്ഫോമറാണ്. ഇതാണ് ട്രാൻസ്ഫോമർ. ഇതിൽ വരുന്നത് 12012 5 ആംപിയർ, 12012 ഒരു 5 ആംപിയർ ടാപ്പിംഗ് വരുന്നുണ്ട്. പിന്നെ നമ്മളെ സബിന് വേണ്ടിയിട്ട് ഒരു 24024 5 ആംപിയർ വരുന്നുണ്ട്. അല്ല, 27 ആണ്. 27027 ഒരു 5 ആംപിയർ, 12012 ഒരു 5 ആംപിയർ. ഇതാണ് ഇതിൻ്റെ മെയിൻ സപ്ലൈ. പിന്നെ നമ്മൾ കൊടുത്തിരിക്കുന്നത് ഇതൊക്കെ ഓക്സിലറി സപ്ലൈ ആണ്. 9 വോൾട്ട്, പിന്നെ 12012 1 ആംപിയറിൻ്റെ ടാപ്പിങ്, പിന്നെ 15015. ഇതൊക്കെ നമ്മുടെ ഫാനിന്, ഫിൽറ്റർ ബോർഡിന് അങ്ങനെയൊക്കെ വരുന്ന സെപ്പറേറ്റ് സപ്ലൈക്ക് വേണ്ടിയിട്ട് എടുക്കുന്നതാണ്. ഇതാണ് നമ്മൾ ഇതിൽ യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ട്രാൻസ്ഫോമർ. ഇനി ഇതിൻ്റെ ബോർഡെന്ന് പറയുന്നത് നമ്മുടെ സുമൻ ഓഡിയോസിൻ്റെ കോംബോ ബോർഡാണ്. അതിൽ തന്നെ സബ്, റിമോട്ട് കിറ്റ് എല്ലാം കൂടെ മെർജ് ചെയ്ത് തരുന്ന സിസ്റ്റമാണ്. ഞാനതിപ്പോൾ നിങ്ങളെ കാണിക്കാം. ഇതാണ് ആ ഒരു കോംബോ. ഇത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൽ തന്നെയാണ് നമ്മുടെ റിമോട്ട് കിറ്റിൻ്റെ ബോർഡും, പിന്നെ ഇതിൽ ഇതാണ് നമ്മുടെ റിമോട്ട് കിറ്റ് സെക്ഷൻ. ഇതാണ് റിമോട്ട് കിറ്റിൻ്റെ IC വരുന്നത്. ഇത് ഇത്രയും നമ്മുടെ റിമോട്ട് കിറ്റിൻ്റെ സെക്ഷനാണ്. പിന്നെ വരുന്നത് ഇത് ഗെയിനറാണ്. ഇതിൽ തന്നെ നമ്മൾ ഗെയിൻ സെക്ഷൻ വരുന്നുണ്ട്. പിന്നെ സബിൻ്റെ ഫിൽറ്റർ, പിന്നെ അതിൻ്റെ പവർ സപ്ലൈ, പിന്നെ ഇത് സബിൻ്റെ 2 ട്രാൻസിസ്റ്ററിൻ്റെ ബോർഡാണ്. പിന്നെ വരുന്നത് 2050 5 ചാനൽ ബോർഡാണ്. ഇതെല്ലാം ഒറ്റ ഇതായിട്ട് തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ആംപ്ലിഫയറും ബാക്കിയെല്ലാം ഇതിൽ തന്നെയാണ് വരുന്നത്. ആംപ് സെക്ഷനും റിമോട്ട് കിറ്റിൻ്റെ സെക്ഷനും എല്ലാം ഇതിൽ തന്നെയാണ് വരുന്നത്. ഇതാ ഡിസ്പ്ലേ, നമ്മുടെ സാധാ ഡിസ്പ്ലേ തന്നെയാണ്, റിമോട്ടിൽ വരുന്ന സാധാ ഡിസ്പ്ലേ ആണ്. ഇതാണ് ഇതിൽ വരുന്ന രണ്ടാമത്തെ ബോർഡ്. പിന്നെ നമ്മളിതിൽ കൊടുക്കുന്നത് ഒരു സ്പീക്കർ പ്രൊട്ടക്ഷൻ വരുന്നുണ്ട്. പിന്നെ വരുന്നത് ഒരു സോഫ്റ്റ് സ്റ്റാർട്ടർ. ഇത്രയുമാണെങ്കിലും മെയിനായിട്ട് വരുന്നത്. പിന്നെ ഇതിൽ ബാക്കി ഇതിൻ്റെ ഫിറ്റിങ്സ്, ഫാന് വരുന്നത് ടെമ്പറേച്ചർ കൺട്രോളാണ്. അതിനും സെപ്പറേറ്റ് ബോർഡ് വരുന്നുണ്ട്. അത് ടെമ്പറേച്ചർ അനുസരിച്ചാണ് ഇതിൻ്റെ ഫാനിൻ്റെ സ്പീഡ് കൺട്രോൾ ആവുന്നത്. അതിൻ്റെ ബോർഡാണ്. ഇത് ഡി-ടെക് ഓഡീസ് ഇറക്കുന്ന ബോർഡാണ്. അപ്പോൾ ഇതെല്ലാം അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ വെച്ച് ചെയ്യുന്ന ഒരു ആംപ്ലിഫയറാണ്. ഈ ആംപ്ലിഫയറിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ സ്പീക്കർ പാക്കേജും കൂടെ വരുന്നുണ്ട്. ഇതിൻ്റെ സ്പീക്കർ പാക്കേജിൽ നമ്മൾ ചെയ്തിരിക്കുന്നത് 10 ഇഞ്ചിൻ്റെ സാംകോണിൻ്റെ സബും, ആ സബ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇതാണ് ഈ കോമ്പോയിൽ വരുന്ന സബ്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഒരു സബ്ബാണ് ഈ സാംകോണിൻ്റെ സബ്. നല്ല ബാസും, 100 വാട്ട്സിൽ അത്യാവശ്യം നല്ല ബാസ് കിട്ടുന്നൊരു സബ്ബാണ്. അതിൻ്റെ ക്ലിപ്പൊക്കെ കണ്ടില്ലേ, നമ്മുടെ പുഷ് ക്ലിപ്പാണ് വരുന്നത്. നല്ല ക്വാളിറ്റിയുള്ള ഒരു സബ്ബാണ്. ഈ 2 ട്രാൻസിസ്റ്റർ ബോർഡിന് ഈ ഒരു സബ്ബ് തന്നെ ധാരാളം. ഇത് നമ്മൾ അതുപോലെ തന്നെ ഇതിൽ കൊടുക്കുന്ന സ്പീക്കർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 വേ സ്പീക്കേഴ്സാണ്. 4 ഇഞ്ചിൻ്റെ ഒരു സ്പീക്കറും ഒരു ട്യൂട്ടറും വിത്ത് 2 വേ ക്രോസ് ഓവർ വെച്ചിട്ടുള്ളൊരു ബോക്സ് ആയിട്ടാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. അത് ഉപയോഗിക്കുന്ന സ്പീക്കർ C ആഡിയോയുടെ 4 ഇഞ്ചിൻ്റെ ഒരു സ്പീക്കറാണ്.
ഇതാണ് സ്പീക്കർ. നല്ല ക്വാളിറ്റി ഉള്ള സ്പീക്കറാണ്. 40 വാട്ട്സ് 4 ohms എന്നാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഒരു 20 വാട്ട്സ് RMS ഇതിൽ നമുക്ക് കൊടുക്കാം. അതുപോലെ ഇതിൽ കൊടുക്കുന്ന ട്യൂട്ടർ വരുന്നത് നമ്മുടെ സിപ്പിൻ്റെ ആണ്. ഇതാണ് ഇതിൽ കൊടുക്കുന്ന നമ്മുടെ ട്യൂട്ടർ. പിന്നെ വരുന്നത് നമ്മളെ സ്യൂട്ടൻ്റെ 2-way ക്രോസ് ഓവറാണ് കൊടുക്കുന്നത്. ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്ന ക്രോസ് ഓവർ. ഇതിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ തന്നെ കമ്പോണൻസും കാര്യങ്ങളെല്ലാം തന്നെയാണ് നമ്മൾ ഇത് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതൊരു ബഡ്ജറ്റ് ലെവലിൽ ചെയ്യുന്നതാണ്. അതായത് നമ്മുടെ ഒരു ഹാളിൽ നമുക്ക് TV വിയിൽ കണക്ട് ചെയ്ത് ഉപയോഗിക്കാനുള്ള, അതായത് നമുക്ക് ഹെവി ബാസ് അങ്ങനെയുള്ള രീതിയിലുള്ളതല്ല ഇത്. നമുക്കൊരു ഹോം തിയേറ്റർ എന്ന രീതിയിൽ ചെയ്യുന്നവർക്ക്, ചെറിയ രീതിയിൽ ചെയ്യുന്നവർക്കൊക്കെ ഇത് ഉപകാരപ്പെടും. ഇതിൽ നമ്മൾ ഇതിൻ്റെ ടോട്ടൽ പ്രൈസ് ഇപ്പോൾ നമ്മൾ ഈ കാണിച്ചതും പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ കുറേ ഫാൻസി ഐറ്റംസ്, ചെറിയ നമ്മുടെ ബുഷ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നമ്മൾ കാണിച്ചില്ല. മെയിനായിട്ട് വരുന്ന കമ്പോണൻസും കാര്യങ്ങളും മാത്രമാണ് നമ്മളിപ്പോൾ ഇതിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിന് വരുന്ന ഈ പാക്കേജ് കംപ്ലീറ്റ് ആയിട്ട് വരുന്ന വിലയെന്ന് വെച്ചാൽ 30,000 രൂപയാണ്. അതിന് പുറമെ ഇതിൽ നമ്മുടെ പാനൽ അങ്ങനെയുള്ള കാര്യങ്ങളനുസരിച്ച് ചെറിയ മാറ്റങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വരാം. ഇതിലിപ്പം ഈ ഫുൾ കോംബോ ആയിട്ട് വരുന്നത് 30,000 രൂപയാണ്. ഇതിൽ നമ്മൾ ഫ്യൂടെക്കിൻ്റെ മിനി ഡീകോഡർ കൂടെ വരുന്നുണ്ട്. ഈ 30,000 രൂപയ്ക്ക് ഇതിൽ ഡോൾബി അങ്ങനെയുള്ള ഫയലൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ആംപ്ലിഫയറാണിത്. അപ്പോൾ 30,000 രൂപയ്ക്ക് 5 സ്പീക്കറും ഈ 10 ഇഞ്ചിൻ്റെ ഒരു സബ്, ഈ ആംപ്ലിഫയറിൽ തന്നെ ഫ്യൂടെക്കിൻ്റെ, നമ്മളതിൻ്റെ മുന്നേ എൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ഫ്യൂടെക്കിൻ്റെ മിനി ഡീകോഡർ ബോർഡ് വെച്ചിട്ടാണ് ഇത് വരുന്നത്. അപ്പോൾ ഇതിൽ തന്നെ ഒരു HDMI, ഒരു ഒപ്റ്റിക്കൽ, ഒരു കോയാക്സിൽ എന്നീ ഇൻപുട്ടുകൾ വരുന്നുണ്ട്. HDMI ARC ആണ്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ ഈ ആൻഡ്രോയിഡ് TVകളിലൊക്കെ ഇപ്പോൾ ARC ഔട്ട് വരുന്നുണ്ട്. അത് കൊടുത്ത് നമുക്ക് മൂവിയെ കാണുമ്പോൾ അത്യാവശ്യം നല്ലൊരു എഫക്റ്റിൽ കാണാൻ പറ്റുന്നതാണ്. അങ്ങനെയുള്ള രീതിയിൽ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് പറ്റിയ നല്ലൊരു ഓപ്ഷനാണ്. അല്ലാതെ നമ്മൾ ഈ JBL ബാസ് അങ്ങനെയുള്ള ബാസൊക്കെ പ്രതീക്ഷിച്ച് വരുന്നവർക്ക് ഇത് പറ്റില്ല. ഇത് നല്ല പവറാണ് എങ്കിലും നമ്മൾ ഈ JBLൻ്റെ അത്ര, അത് 12 ഇഞ്ച് 200 വാട്ട്സ് 300 വാട്ട്സ് RMS ഒക്കെ വരുന്ന സബ്ബുകളാണ്. അപ്പോൾ അതിൻ്റെ ആയിട്ട് കിടപിടിക്കുന്ന രീതിയല്ല ഇത്. നമുക്ക് മൂവി കാണത്തക്ക രീതിയിൽ പാട്ടും കേൾക്കാം. എന്നാലും കൂടുതലും നമ്മൾ ഈ ഹാളിലൊക്കെ വെച്ച് TV ആയിട്ട് കണക്ട് ചെയ്ത് മൂവീസ് കാണുന്ന താല്പര്യം, അതായത് AV റിസീവറൊക്കെ യൂസ് ചെയ്യുന്നവർക്ക്, അങ്ങനെയുള്ള രീതിയിൽ ചെയ്യുന്നവർക്കൊക്കെ ഇതൊന്ന് യൂസ് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഇത് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. ഇത് 30,000 രൂപയാണ് വരുന്നത്. ഇത് കംപ്ലീറ്റ് ആയിട്ട്, അതായത് ഒരു 10 ഇഞ്ചിൻ്റെ സബ്ബും ഇതുപോലെ 4 ഇഞ്ചിൻ്റെ ഒരു സ്പീക്കറും ഒരു ട്യൂട്ടറും വെച്ചിട്ടുള്ള 2-way ബോക്സ് 5 എണ്ണം, പിന്നെ ഈ ആംപ്ലിഫയറിൽ വരുന്നത് നിങ്ങൾ കാണിച്ചു തന്നത് ഇത്രയും ബോർഡ്സാണ് വരുന്നത്. പിന്നെ ഫാന് അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടെ ഇൻക്ലൂഡാണ്. പിന്നെ ഇതിൽ ഫ്യൂടെക്കിൻ്റെ മിനി ഡീകോഡർ ബോർഡ് കൂടെ വരുന്നതാണ്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. അപ്പോൾ എൻ്റെ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടവർക്ക് ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ ബാക്കിയുള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. ഏതെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതൊക്കെ നമ്മൾ മാറ്റാൻ വേണ്ടി അടുത്ത വീഡിയോ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.